ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറഞ്ഞ സ്റ്റെപ്സ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റാണ്. ഒരു പ്രത്യേകതര ടേസ്റ്റും ഉണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ പോലും നല്ലൊരു കോമ്പിനേഷൻ തന്നെയായിരിക്കും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി മുളകൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അരയ്ക്കാനും കുറച്ച് ഈസി ആയിരിക്കും. ഇപ്പോൾ നോക്കിക്കോളൂ, ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിവിടെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു മിക്സിംഗ് ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ പട്ട, ഏലക്ക, ഗ്രാമ്പു, ഉലുവ, അതുപോലെ തന്നെ കുരുമുളകും വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ചേർക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പൊടികളും കൂടി ചേർക്കാനുണ്ട്. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇവയെല്ലാം ചേർത്ത് ആദ്യം ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഇതോടെ നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ മസാലയും തയ്യാറാക്കിയേ. ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും കൂടി ഇടാം. എരിവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അതിൻ്റെ കൂടെ തന്നെ നല്ല ചോപ്പ് ചെയ്ത സവാളയും കൂടി ചേർക്കാം. സവാള ഒന്ന് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇടയ്ക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കാം. ഇത് വറുത്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അടുത്ത് നിൽക്കണം എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ വല്ലാതെ ഇത് മൊരിഞ്ഞ് അങ്ങോട്ട് കരിഞ്ഞു പോകരുത്. ഇതുപോലെ ഈ ഒരു പാകത്തിൽ വരുമ്പോഴേക്കും നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ചിക്കൻ റോസ്റ്റിൻ്റെ മസാല ഉണ്ടല്ലോ, അതും ചേർത്ത് മിക്സി ജാറൊന്ന് കഴുകി അതിൻ്റെ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് ഇതും നല്ലപോലെ വഴന്ന് എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ചിക്കൻ നല്ലപോലെ പൊതിഞ്ഞ് വരുന്ന ആ പാകത്തിന് മസാലയൊക്കെ പിടിക്കാൻ പാകത്തിന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ്റെ അകം നല്ല സോഫ്റ്റ് ആയിട്ടും ജ്യൂസി ആയിട്ട് കിട്ടും. എന്നാൽ ഇടയ്ക്ക് തുറന്ന് വഴറ്റി കൊടുക്കുകയും വേണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കിട്ടുന്ന തക്കാളി വലിയ പുളിപ്പില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഈ വിനീഗർ ഒഴിക്കണമെന്ന് ഒരു ആവശ്യമില്ല. വിനീഗറും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ വഴറ്റി ഇനിയൊരു കൂടിപ്പോയി ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കരിവേപ്പിലയും അവസാനമായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് അല്പസമയം ഒന്ന് പാത്രം അടച്ചു വെച്ച് വിളമ്പുന്ന സമയത്ത് മാത്രം ഇത് തുറന്നാൽ മതി. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് ചൂടായ ചോറിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഇന്നത്തെ ഈ റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നത്. സൈൻ ഓഫ് ഫ്രം സ്വപ്ന.